മറ്റൊരു വാർത്തയിലേക്ക് പോകണം. മൂന്നാം വർഷവും മലിനമായ നദികളുടെ പട്ടികയിൽ നിന്ന് മാറാതെ പാലക്കാട് കൽപ്പാത്തിപ്പുഴ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പഠനത്തിലാണ് കൽപ്പാത്തിപ്പുഴയും കോരയാറും മലീമസമായി ഒഴുകുന്നതായുള്ള കണ്ടെത്തൽ. പാലക്കാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിൽ കൽപ്പാത്തിപ്പുഴയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. നഗരത്തെ വെള്ളിയരഞ്ഞാണം കണക്കെ ചുറ്റിയൊഴുകുന്ന കൽപ്പാത്തിപ്പുഴ മലിനജലം കുടിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലിനമായ കേരളത്തിലെ നദികളുടെ പട്ടികയിൽ കൽപ്പാത്തിപ്പുഴയും കോരയാറുമുണ്ട്. നഗരത്തിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ കൊണ്ട് കൽപ്പാത്തിപ്പുഴ മലീമസമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ മഴ കമ്മിയായതുകൊണ്ട് കംപ്ലീറ്റ് മാലിന്യങ്ങളും തങ്ങി നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടിച്ച് എല്ലാം പുഴയ്ക്ക് പോവും. പുഴയ്ക്കാണ് എല്ലാം. ഇവിടുന്ന് ഇങ്ങോട്ട് ലേസം ദൂരം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുഴയാണ്. മറ്റേ കൽപ്പാത്തിപ്പുഴ എന്ന് പിന്നെ വെള്ളം ശംഖുവരത്തോട് ജയിലുമാടില്ലേ, ആ പുഴയ്ക്ക് പോകും കംപ്ലീറ്റും. എല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത് സാധാരണ. കൽപ്പാത്തിപ്പുഴയിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം BOD-യാണ് അനുവദനീയമായ അളവ്. കൽപ്പാത്തിപ്പുഴയിലേത് 5.2 മില്ലിഗ്രാമും കോരയാറിൽ 6.5 മില്ലിഗ്രാമുമാണ്. വിസർജ്യത്തിന്റെ തോത് അനുസരിച്ചുള്ള ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ അളവും കൂടിക്കൊണ്ടിരിക്കുന്നു. നഗരമാലിന്യങ്ങളിൽ നിന്ന് പുഴയെ മുക്തമാക്കുന്നതിനുള്ള നടപടി ഇനിയും വൈകരുതെന്നാണ് പുഴ സംരക്ഷണ പ്രവർത്തകരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.